മഴയെക്കുറിച്ചുള്ള കാൽപ്പനിക ഭാവത്തിനും അപ്പുറം ദുരന്തങ്ങളുടെ കൂടി കാലമാണെന്ന് നമുക്കറിയാമല്ലോ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഗുഡ് ഈവനിംഗ് ശ്രീ ശേഖർ കുര്യാക്കോസ്. ഗുഡ് ഈവനിംഗ്. ഞാനിങ്ങനെ പറയായിരുന്നു, നമ്മൾ മഴക്കെടുതിയെക്കുറിച്ച് പ്രേക്ഷകർക്കൊക്കെ അവരുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ അവർ നമ്മളോട് പങ്കുവയ്ക്കാറുണ്ട്. ഒരു മഴക്കാലത്തിലേക്ക്, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ അധികം ചെയ്യാതെ ഒരു മഴക്കാലത്തിലേക്ക് പെട്ടെന്ന് എത്തുകയായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിൽ. നമ്മൾ പലയിടങ്ങളിലും മേഘവിസ്ഫോടനം ഉണ്ടാകുന്നതടക്കമുള്ള സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഒരു കരുതൽ അത് ജനങ്ങൾ എടുക്കേണ്ടതുണ്ട്? നമുക്ക് വ്യക്തി സുരക്ഷ ഉറപ്പാക്കാനുള്ള കരുതലുകളാണ് ഇതിലേറ്റവും പ്രധാനം. ഒന്ന്, ഞങ്ങൾ നിരന്തരം പൊതുസമൂഹത്തിനോട് അഭ്യർത്ഥിക്കുന്നത് പോലെ നമ്മൾ പരമാവധി ഈ ദുരന്ത ടൂറിസം അവസാനിപ്പിക്കണം. പല സ്ഥലങ്ങളിലേക്കും ആളുകൾ യാതൊരു കാരണവുമില്ലാതെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന രക്ഷാപ്രവർത്തകർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കത്തക്ക രീതിയിൽ അവിടെ വെള്ളപ്പൊക്കം കാണാനും വെള്ളക്കെട്ട് കാണാനും ഒക്കെ സന്ദർശിക്കുകയും ചിലപ്പോൾ ഒഴുകിപ്പോകുന്നൊരു പേനയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും വീണ്ടും മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരം നമ്മളുടെ ക്യൂരിയോസിറ്റിയെ ക്വെഞ്ച് ചെയ്യാനായിട്ട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കാണാൻ പോകാതിരിക്കുക എന്നത് തന്നെയാണ്. രണ്ടാമത്, നമ്മൾക്കിനി സ്കൂൾ തുറക്കുകയാണ്. അവിടെ കുട്ടികളുടെ കാര്യത്തിൽ സവിശേഷമായ ഒരു ശ്രദ്ധ സമൂഹം എന്ന നിലയിൽ നമ്മൾക്ക് വേണം. സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും പോകുമ്പോൾ കാണാവുന്ന വെള്ളക്കെട്ടുകൾ അല്ലെങ്കിൽ ചെറിയ കുളങ്ങൾ, നീർച്ചാലുകളൊക്കെ കുട്ടികൾക്ക് കൗതുകമുണ്ടാക്കും. എവിടെ അഡ്വഞ്ചർ അവസാനിക്കുന്നുവെന്നും എവിടെ ഡേഞ്ചർ തുടങ്ങുന്നു എന്നതും കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഒരു ശ്രമം സമൂഹം എന്ന നിലയിലും മാതാപിതാക്കൾ എന്ന നിലയിലും നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അഡ്വഞ്ചറിസം ആവശ്യമാണ്. നമ്മളെല്ലാം അഡ്വഞ്ചേഴ്സിലൂടെയാണ് ഇന്ന് കാണുന്ന നിലയിൽ എത്തിയിട്ടുള്ളത്. പക്ഷേ അത് അപകടത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. വാറിയിൽ കളിക്കാൻ പോകുന്ന കുട്ടികൾ മരണപ്പെടുന്നത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. അല്ലെങ്കിൽ കടലിൽ, ക്ഷോഭിച്ചിരിക്കുന്ന കടലിൽ കുളിക്കാൻ പോയി, കളിക്കാൻ പോയി മരണപ്പെടുന്ന കുട്ടികളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ അവിടെ സവിശേഷമായ ശ്രദ്ധ മാതാപിതാക്കൾക്കുണ്ടാകണം. കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശ്രമവും നമ്മൾക്ക് വേണം. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കുന്നത് നമ്മൾ വൈൽഡായി, നമ്മൾ വന്യമായി വളർത്തുന്ന മരങ്ങളാണ്. ഈ മരങ്ങളുടെ ചില്ലകൾ ഒടിഞ്ഞു വീണ് ഒട്ടനവധി നാശനഷ്ടമാണ് KSEBിക്കും BSNLനും പൊതുസമൂഹത്തിന് പൊതുവിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ നാട്ടിൽ മരം ഒടിഞ്ഞു വീണ് കുട്ടികൾ മരണപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വന്തം പറമ്പിലുള്ള മരം മറ്റൊരുവൻ്റെ പറമ്പിലോ അവൻ്റെ ജീവനോ സ്വത്തിനോ അപകടം ഉണ്ടാക്കുന്ന രീതിയിലുണ്ടെങ്കിൽ അവ മുറിച്ചു മാറ്റി കോതി ഒരുക്കാനുള്ള ഒരു ശ്രമം വേണം. നമ്മൾ കാണേണ്ടുന്നത് വനത്തിൽ വളരുന്നത് പോലെയല്ല വനം മനുഷ്യർ വസിക്കുന്ന നഗര ഭാഗങ്ങളിൽ വളരേണ്ടുന്നത്. അവയെ നിരന്തരം കോതി ഒരുക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. അത് സ്വന്തം വീടുകളിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട്. നാലാമതായി സൂചിപ്പിക്കാനുള്ളത്, മഴക്കാലം പനിയുടെയും ചെറിയ തോതിലെങ്കിലും സാംക്രമിക രോഗങ്ങളുടെയും കാലമാണ്. അത് വർദ്ധിച്ചു പോകാതിരിക്കാനുള്ള ശ്രമം നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കൊതുകുകളെ നിവാരണം ചെയ്യുന്നതിൽ തുടങ്ങി നമ്മളുടെ ചുറ്റും വേസ്റ്റ് കൂട്ടിയിടുന്നതിലൂടെ, നമ്മളുടെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ വെള്ളം തളം കെട്ടിക്കിടക്കുന്നതിലൂടെ ഒക്കെ നമ്മൾ ഇത്തരം സാഹചര്യങ്ങളെ വർദ്ധിപ്പിക്കും. അപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുവാനും സുരക്ഷിതമായ ഭക്ഷണം കഴിക്കുവാനുമുള്ള ശ്രമം ഉണ്ടാകണം. അതിൽ സവിശേഷമായ ശ്രദ്ധ വേണം. അഞ്ചാമതായി സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ വീട് കെട്ടിയിട്ടുള്ളവരും ഇനി കെട്ടിക്കൊണ്ടിരിക്കുന്നവരും അവരവരുടെ പറമ്പിൽ തന്നെ സാധിക്കുന്നത്രയും വെള്ളം ഇറങ്ങിപ്പോകുന്നതിനുള്ള അവസരമുണ്ടാക്കണം. നമ്മളെല്ലാവരും നമ്മളുടെ വീടിൻ്റെ മുറ്റം പേവ് ചെയ്ത് വെള്ളം എത്രയും പെട്ടെന്ന് നമ്മുടെ കാല് നനയാതെ പുറത്തെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഏതോ താഴെ ആ നദികളുടെ നീർച്ചാലുകളുടെ ഏറ്റവും താഴെയറ്റത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് ചിലപ്പോൾ 2 ദിവസത്തിൽ കൊണ്ട് എത്തേണ്ടുന്ന വെള്ളം ഒറ്റ ദിവസത്തിലെത്തി മുങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മൊത്തം മഴയുടെ അളവ് വർദ്ധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. മഴ പെയ്യുന്നതിൻ്റെ രീതിയാണ് മാറിയിട്ടുള്ളത്. ശ്രീ ശേഖർ കുര്യാക്കോസ്, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഈ മഴ പെയ്യുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്കൊപ്പം അതിഥിയായി അഡ്വാൻസ്ഡ് സെൻറ്റർ ഫോർ അറ്റ്മോസ്ഫിയർ റഡാർ റിസർച്ച് സെൻറ്ററിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ MG മനോജ് ഉണ്ട്. ഡോക്ടർ MG മനോജ്, ഇപ്പോൾ ശ്രീ ശേഖർ കുര്യാക്കോസ് സൂചിപ്പിച്ചതുപോലെ മഴ എങ്ങനെ പെയ്യുന്നു എന്നുള്ളതിനേക്കാളും അത് കേന്ദ്രീകരിച്ച് പെയ്യുന്നു. അതൊരു മേഘവിസ്ഫോടനത്തിലേക്ക്, ലഘുമേഘ വിസ്ഫോടനത്തിലേക്കൊക്കെ പോകുന്നതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞത്. ഇത്രയും മഴ പെട്ടെന്ന് പെയ്തല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്
അത് കുറച്ച് കഴിയുമ്പോൾ അത് ഇതായിരുന്നു എന്ന് മലയാളി തിരിച്ചറിയുന്നത്. ഇപ്പോൾ കളമശ്ശേരിയിലായാലും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ്. ഇത്തവണ ഒരു മഴയുടെ പാറ്റേൺ അത് മാറിയിട്ടുണ്ടോ? മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മൺസൂണിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ മഴ എത്തുന്നു. ആ മഴ പലയിടങ്ങളിലും വലിയ രീതിയിൽ പെയ്യുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന മഴയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കുന്ന രീതിയിൽ നിന്ന് പെയ്യുന്നു. അങ്ങനെ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ടോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? മഴയുടെ പാറ്റേൺ കൃത്യമായിട്ട് മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു ദശകമായി കേരളത്തിൽ മൺസൂൺ മഴയുടെ പാറ്റേണിൽ കാര്യമായിട്ടുള്ള മാറ്റമുണ്ടായിട്ടുണ്ട്. നേരത്തെ ഞാനിപ്പോഴാണ് ചർച്ചയിൽ പങ്കുചേരുന്നത്. ഏറ്റവും അവസാനമായി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ലഭിക്കുന്ന മൊത്തം മഴയുടെ ഒരു സീസണിൽ ലഭിക്കുന്ന ഫുൾ മഴയുടെ അളവിൽ കാര്യമായ മാറ്റം പ്രകടമല്ല എങ്കിലും ആ മഴ എങ്ങനെ പെയ്യുന്നു, എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിലാണ് വളരെ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അതിതീവ്ര മഴയോ അല്ലെങ്കിൽ മേഘവിസ്ഫോടനം പോലെയുള്ള പ്രത്യേക ഗണത്തിൽപ്പെടുന്ന മഴയോ ഇത്രയധികം നാശനഷ്ടം ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, ഒരു ദിവസം സാധാരണ മഴ പെയ്ത്ത് എന്ന് പറയുന്നത് 24 മണിക്കൂറിൽ ലഭിക്കുന്ന മഴയാണ് നമ്മൾ കണക്കിലെടുക്കുക. ആ 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ലഭിക്കുന്ന മഴ 7.5 മുതൽ 11.5 വരെയാണ് എങ്കിൽ അത് ശക്തമായ മഴയെന്നും 11.5 അതിശക്തമായ അല്ലെങ്കിൽ ഹെവി റെയിൻഫോൾ എന്നും 21.5 മുകളിലാണെങ്കിൽ 20.5 മുകളിലാണെങ്കിൽ അത് എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ അല്ലെങ്കിൽ അതിതീവ്ര മഴ എന്ന ഗണത്തിലും പെടുന്നു. ഇവിടെയെല്ലാം മഴയുടെ പെയ്ത്ത് 24 മണിക്കൂറിൽ കണക്കാക്കപ്പെടുമ്പോൾ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ 1-2 മണിക്കൂർ കൊണ്ട് ഇത്രയധികം മഴ ഒരുമിച്ച് പെയ്തു പോകാം. അങ്ങനെ ഒരു മണിക്കൂറിൽ 10 സെൻറ്റിമീറ്ററോ അതിൽ കൂടുതലോ മഴ പെയ്യുന്നതിനെയാണ് നമ്മൾ മേഘവിസ്ഫോടനം അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്റ്റ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. സാധാരണ രീതിയിൽ ഈ ക്ലൗഡ് ബേസ്റ്റ് നമ്മുടെ ഈ ഒരു റീജിയണിൽ, അതായത് സൗത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിൽ അത്ര സാധാരണമല്ല. അത് ഉത്തരാഖണ്ഡ് പോലെയുള്ള വളരെയധികം സ്റ്റീപ്പ് ടോപ്പോഗ്രഫിയും അതുപോലെ തന്നെ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന പടിഞ്ഞാറൻ ക്ഷോഭത്തിൻ്റെ ഭാഗവുമൊക്കെയായി ഉത്തരേന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രളയസമാനമായിട്ടുള്ള മഴ, ആ മഴയുടെ പെയ്ത്ത് കേരളത്തിലേക്കും പതിയെ പതിയെ വരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് വളരെ വെർട്ടിക്കലായി അല്ലെങ്കിൽ വെർട്ടിക്കലായി 14-15 കിലോമീറ്റർ തിക്നെസ്സുള്ള മഴമേഘങ്ങൾ, വൻ ഭീമാകാരമായ മഴമേഘങ്ങൾ, അതിനെയാണ് നമ്മൾ ക്യുമുലോനിംബസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ കൂമ്പാരമേഘങ്ങൾ എന്ന് പറയുക. അത്തരം കൂമ്പാരമേഘങ്ങളാണ് ഇത്തരത്തിലുള്ള ക്ലൗഡ് ബേസ്റ്റ് പോലെയുള്ള അതിതീവ്രമായ മഴയ്ക്ക് കാരണമായിട്ടുള്ളത്. ഇത്രയധികം വലിയ രീതിയിൽ മഴ മേഘങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത്രയധികം എനർജി അല്ലെങ്കിൽ താപോർജ്ജം ആവശ്യമാണ്. ഈ താപോർജ്ജമാണ് പ്രധാനമായും കടലിലുള്ള ജലത്തെ ബാഷ്പീകരിച്ച് അതിന് സംവഹന പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടി ഈ ഇത്രയധികം ഈർപ്പത്തെ അന്തരീക്ഷത്തിൻ്റെ മേൽത്തട്ടിലേക്ക് എത്തിക്കുന്നത്. 15 കിലോമീറ്റർ വരെ ഉയരത്തിലേക്ക് ഇതിനെ ഭൂഗുരുത്വത്തിന് വിപരീതമായിട്ട് തള്ളി മുകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അത്രയധികം അതിനാവശ്യമായിട്ടുള്ള ഊർജം കൊടുക്കുന്ന അത് ഈ താപോർജ്ജം വഴിയാണ്. താപോർജ്ജം കൺവേർട്ട് ചെയ്യപ്പെട്ടുകൊണ്ട് ഈ ക്ലൗഡിൻ്റെ മേഘരൂപവൽക്കരണത്തിന് സഹായിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പ്രധാനമായുള്ള ചോദ്യം, എവിടെ നിന്നാണ് ഇത്രയധികം താപോർജ്ജം വരുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും ലളിതമായ ഉത്തരം 2 കാരണങ്ങളാലാണ്. ഒന്ന്, ആഗോള താപന ഫലമായിട്ട് ഇത്രയധികം ഭൂമിയുടെ സമീപത്തും അന്തരീക്ഷത്തിലും സമുദ്രത്തിലും താപോർജ്ജം വർദ്ധിക്കാം. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ തീരത്ത് അറബിക്കടൽ നമ്മുടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ തന്നെ ഏകദേശം 1.2 ഡിഗ്രിയിൽ ചൂട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ മൺസൂൺ ആരംഭിക്കുന്ന സമയത്തും അറബിക്കടൽ പതിവിൽ നിന്നും 1 മുതൽ 1.3 ഡിഗ്രി സെൽഷ്യസ് വരെ അധിക താപം സംഭരിച്ചു വച്ചിരിക്കുകയാണ്. അപ്പം ഇത്രയധികം വരുന്ന വിശാലമായ ഒരു പ്രദേശത്ത് കടൽ ചൂട് പിടിച്ചാൽ ആ ചൂടിൻ്റെ ഊർജ്ജമാണ് മേഘരൂപീകരണത്തിന് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ ഏതാനും ദിവസങ്ങളിൽ പെയ്യേണ്ട മഴ ഏതാനും മണിക്കൂറുകളിലേക്ക് ചുരുങ്ങുകയും മഴയുടെ പാറ്റേണിൽ മാറ്റം വരികയും ആ പെയ്യുന്ന വെള്ളം ഉൾക്കൊള്ളുവാൻ നമ്മുടെ തൊടികളും പ്രദേശങ്ങളും അതിന് സാധ്യമല്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഫ്ലാഷ് ഫ്ലഡ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, ഇക്കാര്യത്തിൽ അനുബന്ധമായ ഒരു കാര്യം ചോദിക്കാനുള്ളതുകൊണ്ടാണ്. ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, നേരത്തെ അങ്ങ് ഈ മരച്ചില്ല വെട്ടിമാറ്റുന്നത്, അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു സേഫ് ഹാൻഡ്ലിംഗ് എന്നുള്ളതിനെക്കുറിച്ച് അങ്ങ് നേരത്തെയും മുന്നറിയിപ്പ്
അറിയിപ്പുകളായി പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഡോക്ടർ MG മനോജ് പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ടാണ് ഇത്രയധികം മഴ വന്ന് വീഴുന്നത്. ഇപ്പോൾ നോക്കൂ, 3-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയം അടക്കമുള്ള സ്കൂളുകൾ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഈ മഴ പെയ്യുന്ന ഇടങ്ങളിലെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവരൊക്കെയാണ് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. ജോലി സ്ഥലത്ത് ചെന്ന് തിരിച്ചു പോകാൻ വഴിയില്ലാതെ 3-4 മണിക്കൂറൊക്കെ ഒറ്റപ്പെട്ട് മാറി നിൽക്കേണ്ടി വരിക, ആ ജോലി ചെയ്യുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കായി പോവുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുമുണ്ട്. ഈ പെട്ടെന്നുള്ള മഴ, ഇങ്ങനെ വന്ന് നിൽക്കുന്ന മഴ, അതിൽ എവിടെയൊക്കെയാണ് അധികൃതർക്ക് സഹായിക്കാൻ കഴിയുക? നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നമ്മൾ പ്രീഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സംവിധാനങ്ങൾക്കപ്പുറത്തേക്ക് ഈ മാറുന്ന കാലാവസ്ഥയുടെ കൂടി കാര്യം കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ കഴിയുക? ഒന്ന്, ഈ പ്രീഫിക്സേഷൻ എന്നത് ഒരു വസ്തുതയല്ല. എല്ലാ വർഷവും ഓറഞ്ച് ബുക്ക് മാറുന്നുണ്ട്. അതിൽ ഫിനാൻഷ്യൽ പ്രൊവിഷൻസും അതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മാറി ചിന്തിക്കേണ്ടുന്നത്, ഓരോ വർഷത്തെയും മഴയുടെ സ്വഭാവഗതി പഠിച്ചിട്ട് അടുത്ത വർഷത്തേക്ക് നമ്മൾ പുതിയ ഓറഞ്ച് ബുക്ക് തന്നെയാണ് പ്രസിദ്ധീകരിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാറ്റം ഉൾക്കൊള്ളപ്പെടുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ശ്രീ മനോജ് സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു മഴ 100 മില്ലിമീറ്റർ മഴ 1 മണിക്കൂറിലുണ്ടായാൽ നമ്മൾക്കത് വെറുതെ ഒരു സ്ക്വയർ മീറ്ററിലുള്ള വെള്ളമായി കണക്കാക്കിയാൽ പോലും ഇത്രയും വെള്ളം ഒഴുകിപ്പോകാൻ ഉതകുന്ന തരത്തിൽ ലോകത്തിൽ ഒരു നഗരവും ഒരു ഓടയും സൃഷ്ടിച്ചിട്ടില്ല, ഒരിടത്തുമില്ല. അത് അബുദാബിയിൽ നമ്മൾ കണ്ടതാണ്, നമ്മൾ ജപ്പാനിൽ കണ്ടതാണ്, ഇപ്പോൾ അമേരിക്കയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, ഒമാനിലും കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്റ്റാൻഡേർഡ് ഡിസൈൻസ് ലോകം മുഴുവൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, നഗരങ്ങളുടെ വലിപ്പം, അവിടുത്തെ ജനവാസമൊക്കെ അനുസരിച്ച്. ഇതിൽ ചില മാറ്റങ്ങൾ വേണം എന്നത് വളരെ കണിശതയോടുകൂടി തന്നെ ലോകരാജ്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളം അതിൽ കുറച്ച് മുന്നേ നടന്നിട്ടുമുണ്ട്. അതിൽ എല്ലാം മെച്ചപ്പെട്ടു എന്നല്ല, പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ മുന്നേ നടന്നവരാണ്. നമ്മൾ റിസ്ക് ഇൻഫോംഡായി നമ്മളുടെ മാസ്റ്റർ പ്ലാൻസ് മാറ്റി വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ദീർഘകാല അടിസ്ഥാനത്തിലേ അതിൻ്റെ പ്രയോജനങ്ങൾ നമ്മൾക്ക് അനുഭവിച്ചു തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. താങ്കൾ ചോദിച്ച ഇപ്പോഴത്തെ ചോദ്യം, ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾക്ക് സഹായിക്കും? നോക്കൂ, നമ്മൾ കണ്ടതല്ലേ, ഞാൻ ചോദിക്കാനുള്ള കാരണം അങ്ങേക്ക് മനസ്സിലായി കാണുമല്ലോ. തിരുവനന്തപുരത്ത് പെട്ടെന്നാണ് ഈ മഴ പെയ്ത് വെള്ളത്തിലേക്ക് ആയി പോകുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ സ്കൂൾ സമയമാണ്, സ്കൂൾ ഓപ്പണിംഗ് സമയമാണ്. അങ്ങനെ കടകളിലേക്കൊക്കെ വന്നു പെട്ടവരാണ് പെട്ടെന്ന് ഇതിൽ ചെറിയ കുഞ്ഞുങ്ങളുമായൊക്കെ പോകുന്ന ആളുകളാണ് ഈ വെള്ളക്കെട്ടിൽ പെട്ടെന്ന് പെട്ടുപോകുന്നത്. അത് മുൻകൂട്ടി കാണാനോ അല്ലെങ്കിൽ അതിനാവശ്യമായി ഓടകൾ വൃത്തിയാക്കുക, കൃത്യമായ ഓടകളിലൂടെ ജലത്തിന് സുഗമമായി പോകാനുള്ള ഒരുക്കുക, അതൊക്കെ മഴക്കാലപൂർവ്വ ജോലികളാണ്. അത് പ്രീഫിക്സ് ചെയ്യുന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഇടങ്ങളിലാണ് ഈ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത് എന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ. കാരണം വെള്ളം നിറയുന്നു, ബോട്ട് ഇറക്കാവുന്ന ഭാഗത്തിലേക്ക് നമ്മുടെ റോഡുകൾ മാറുകയാണ്. അത് ജനങ്ങൾ വിമർശിക്കുമ്പോൾ അത് ഒരു ഓപ്പൺ മൈൻഡോട് കൂടി ഉൾക്കൊള്ളുന്നുണ്ടോ ദുരന്ത നിവാരണ അതോറിറ്റി? അതിൽ ആ വിമർശനത്തിന് ഉൾക്കൊള്ളാതിരുന്നിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചത് അവിടുത്തെ ഓടകളെല്ലാം വൃത്തിയാക്കിയിരുന്നാലും ഈ 100 മില്ലിമീറ്റർ മഴയിലുണ്ടാകുന്ന ജലം ആ ഓടകളിലൂടെ 1 മണിക്കൂറിൽ ഒഴുകിപ്പോകില്ല. അതിവിടെ പോകില്ല, ദുബായിൽ പോകില്ല, അബുദാബിയിൽ പോകില്ല, ഒമാനിൽ പോകില്ല, ലോകത്തെ ഒരു രാജ്യത്തും പോകില്ല, ഒരു പട്ടണത്തിലും പോകില്ല. അപ്പോൾ അത് അർബൻ ഡിസൈനിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അർബൻ ഡിസൈൻസ് അങ്ങനെയാണ് സ്റ്റാൻഡർഡൈസ്. അതിൽ മാറ്റം വേണം, അതല്ല ഞാൻ പറഞ്ഞത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കടകളിൽ പെട്ടെന്ന് സ്റ്റാൻഡേർഡായി പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതുപോലൊരു വെള്ളം വന്നു, എങ്ങനെ പെട്ടെന്ന് വീടെത്തും? ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് കേരളത്തിന് അതിന് ഉതകുന്ന ഒരു മാനുഷിക സംവിധാനം ഇപ്പോൾ തയ്യാറാണ്. നമുക്ക് ഏതാണ്ട് 15,000-ഓളം സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുണ്ട്. അതിൽ 4,500 പേർക്ക് സ്വന്തമായി റെസ്പോൺസിനുള്ള കിറ്റും കൊടുത്തിട്ടുണ്ട്. അവരെ എല്ലാം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വിശദമായി പഠിപ്പിച്ചതാണ്. നമ്മൾ എപ്പോഴും അവരെ വിളിക്കുന്നത് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്നാണ്. നമ്മളുടെ ചുറ്റുവട്ടത്തുള്ളത് ദ ഫ്രണ്ട്ലി നെയ്ബർഹുഡ്, സ്പൈഡർമാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ ആ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് വളർത്തുന്നതിലൂടെ മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾക്ക് പ്രതികരണം കൂടുതൽ ആയാസരഹിതമാക്കാൻ സാധിക്കുകയുള്ളൂ. ലോകത്ത് മറ്റ് സംവിധാനങ്ങൾ വന്ന് നമ്മളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉള്ളൊരു ഫയർ സ്റ്റേഷനിൽ നിന്ന് ആളുകൾ വരും എന്നോ, അല്ലെങ്കിൽ അതിനപ്പുറം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വന്ന് മാറ്റും എന്ന് പറയുന്നതിലോ നമ്മൾ ആ ഒരു പ്രതീക്ഷയിലല്ല ഒരു ദുരന്ത പ്രതികരണ സംവിധാനവും വാർത്തെടുക്കുന്നത്. അതുകൊണ്ടാണ് 18-ന് ശേഷം വളരെ അധികം ശ്രദ്ധയും പണവും ചെലവഴിച്ച് ഈ സംവിധാനത്തിനെ വാർത്തെടുക്കാനും ജനങ്ങളിലേക്ക് ഈ റെസ്പോൺസ് കിറ്റുകൾ, അതിൻ്റെ പാഠങ്ങൾ ഒക്കെ കൊടുക്കാനും ശ്രമിച്ചത്. ഇനിയും വളരേണ്ടതുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് 10 വീടുകൾക്ക് ഒരു വോളണ്ടിയർ എന്ന
നിലയിൽ വാർത്തെടുക്കണമെന്നാണ്. അതാണ് സാമൂഹിക സന്നദ്ധ സേന ഇന്ത്യയിലെ ആദ്യത്തെ. തീർച്ചയായും അതിൻ്റെ ഒരു ആവശ്യകത ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സമയമാണ് ഈ മഴക്കാലം. സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാനൊന്ന് ഇടപെടുന്നത്. ഡോക്ടർ MG മനോജ്, ഇത്തവണ 2018 പോലൊരു പ്രളയം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഈ മഴ നിന്ന് പെയ്യുന്നത് കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാകാം. ഇത്തവണത്തെ ഒരു സാധ്യത എങ്ങനെയാണ്? നമ്മുടെ ഒരു ഇപ്പോൾ ഈ കൂമ്പാര മേഘങ്ങളെക്കുറിച്ചൊക്കെ അങ്ങ് സൂചിപ്പിച്ചല്ലോ. എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രഡിക്ഷൻ? എങ്ങനെയാണ് മഴയുടെ ശക്തി? ജൂൺ അവസാനം വരെ നീണ്ടു നിൽക്കുന്നു, അതിനുശേഷം കുറയുന്നു, ആ രീതിയിലായിരിക്കും? ചോദ്യം ക്ലിയർ അല്ല, ഒന്നുകൂടി പറയാം. ഡോക്ടർ MG മനോജ്, അതായത് ഇത്തവണ മഴയുടെ ഒരു ശക്തി വരും ദിവസങ്ങളിൽ, അതോടൊപ്പം തന്നെ എത്ര കാലം നീണ്ടു നിൽക്കുന്ന ഒരു മൺസൂൺ ആയിരിക്കും, ഒരു സ്ട്രോങ്ങസ്റ്റ് മൺസൂൺ ആയിരിക്കുമോ ഇത്തവണ നമുക്ക് കിട്ടുക? ചോദ്യം ഞാനൊന്ന് ഗസ് ചെയ്യുകയാണ്. 2018 ആവർത്തിക്കുമോ എന്നുള്ളതാണോ ചോദ്യം? അതെ അതെ. ഹലോ, ഓക്കെ. അത് നമുക്ക് ലോകത്തെവിടെയാണെങ്കിലും ഇതുപോലെയുള്ള അതിതീവ്ര മഴയോ അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്റ്റിൽപ്പെട്ട ഗണത്തിൽപ്പെട്ട മഴയോ ഏതാനും ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ മുൻപ് പ്രെഡിക്റ്റ് ചെയ്യുക സാധ്യമല്ല. പക്ഷേ പൊതുവിൽ നമ്മൾ ഒരു ആവറേജ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സീസൺ എങ്ങനെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും പറഞ്ഞിട്ടുള്ള ഇപ്രാവശ്യം 106% എന്ന് പറഞ്ഞാൽ സാധാരണ ലഭിക്കുന്നതിൽ നിന്നും 6% അധികം ലഭിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഈ 6% അധികം ലഭിക്കുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കില്ല, ഏറ്റക്കുറച്ചിലുകളുണ്ടാവാം. ശരാശരി എടുക്കുന്നത് കൊണ്ടാണ് 6 എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡോക്ടർ MG മനോജ്, മഴയിൽ നേരിയ കൂടുതൽ ഉണ്ടാകുമെന്നുള്ള ഒരു നിഗമനമാണ് അങ്ങ് പറഞ്ഞത്. അങ്ങേക്ക് നേരത്തെ കേൾക്കാൻ കഴിയുന്നില്ലായിരുന്നു എന്ന് മനസ്സിലാക്കി, ക്ഷമിക്കുക. ഒപ്പം ഡോക്ടർ ശേഖർ കുര്യാക്കോസ് നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് സുജയ പാർവതിയിൽ അതിഥികളെ എത്തിയതിനായി ഇരുവർക്കും നന്ദി. ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് സംസ്ഥാനത്തെ 14 ജില്ലകളിലും അലേർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അലേർട്ടായിരിക്കുക. മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ രക്ഷിക്കാൻ, അതേക്കുറിച്ച് സൂചിപ്പിച്ചത് കേട്ടല്ലോ. കൃത്യമായ മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക എന്നതാണ് ഈ മഴക്കാലത്ത് നമ്മൾ എടുക്കേണ്ട ഒരു സെൽഫ് കെയർ. അതുകൊണ്ട് ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകാം.